ധർമ്മസ്ഥലയിലെ കേസിൽ ആക്ടിവിസ്റ്റ് മഹേഷ് ഷെട്ടി തിമറോഡി എന്നൊരാളിനെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ അവസാനമായിട്ട് കേട്ടത്. ഈ വാർത്ത കേൾക്കുന്ന സാധാരണക്കാരായ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? എത്രമാത്രം പിടിപാടുള്ള ആൾക്കാരാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ഉടമകളായിട്ടുള്ളവരെന്നായിരിക്കും. കാരണം ഒരു മാസത്തോളമായിട്ട് ഈ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ആ കേസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന ഒരാളെ പിടിച്ചോണ്ട് പോവുക എന്ന് വെച്ചാൽ അത് ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ അസ്വാഭാവികത എല്ലാവർക്കും മണത്തതാണ്. കാരണം 40-45 വർഷങ്ങളായിട്ട് ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ഒരു കുടുംബത്തിലെ ചേട്ടാനിയന്മാർ അല്ലെങ്കിൽ തലമുറകളായിട്ട് അവർ ബലാത്സംഗം ചെയ്യുന്നു, കൊന്നുകളയുന്നു. കൊന്നിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ, അതായത് ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കുഴിച്ചിടുന്നു. കർണാടകയിൽ കൂടുതൽ കാലം ഭരിച്ചിരുന്നതും കോൺഗ്രസ് ആണ്, ഇപ്പോൾ ഭരിക്കുന്നതും കോൺഗ്രസ് ആണ്. വളരെ കുറച്ചു കാലം മാത്രമേ BJP ഭരിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർക്കും നല്ല വേരോട്ടമുള്ള സ്ഥലം തന്നെയാണ് കർണാടക. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കൂട്ടരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി ഇത്രയും വലിയ കാര്യങ്ങൾ കാലങ്ങളോളം മറച്ചു വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് വാഴാൻ സാധിക്കുമോ? ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന നമുക്കൊക്കെ സംശയം ജനിപ്പിച്ചുകൊണ്ട് ആ സമയത്തായിരുന്നു ലോറി ഉടമ മനാഫിന്റെ ഉദയം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആക്ടിവിസ്റ്റ് മഹേഷ് ദിമ്മരടിയുടെ പിന്നാമ്പുറ കഥകൾ മനസ്സിലാക്കുമ്പോൾ മാത്രമായിരിക്കും ഈ കേസിന്റെ പിന്നിൽ ഒരു ചെറിയ ആൾക്കാരല്ലെന്നും ഈ കേസിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചെറുതല്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുംബൈയിലെ ഏതോ ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്ത് ജീവിച്ചിരുന്ന മഹേഷ് ദിമ്മരടി എന്ന ഇയാൾ പിന്നീട് അധോലോക ഗുണ്ടയായ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ളവരുടെ കൂടെ കൂടുകയും അയാൾ ഇന്ത്യയിൽ നിന്നും കടന്നതിന് ശേഷം ഈ മഹേഷ് ദിമ്മരടി കർണാടകയിലേക്ക് തിരിച്ചു വന്ന് കോടിക്കണക്കിന് സ്വത്തുക്കൾ സ്വന്തമാക്കുകയാണ് ചെയ്തത്. ധർമ്മസ്ഥലയിലെ ഈ അതിപുരാതനമായ പവിത്രമായ ഈ ക്ഷേത്രഭൂമി കൈക്കലാക്കാൻ ഇയാൾ 20-25 വർഷങ്ങളായി അവിടെയുള്ള നാട്ടുകാരെ കൂടെ കൂട്ടിക്കൊണ്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. 200-ലധികം സ്ത്രീകളെ കുഴിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 3-4 ആൾക്കാരുടെ അസ്ഥികൂടങ്ങൾ മാത്രമാണ്. അതും മുഴുവൻ സ്ത്രീകളുടേതല്ല, പുരുഷന്മാരുടേതുമുണ്ട്. നേത്രാവതി പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങളോ അവിടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ മൃതദേഹങ്ങളോ കിട്ടുമ്പോൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണെങ്കിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് അവിടെ തന്നെ കുഴിച്ചിടുകയായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ചില വീടുകളുടെ പറമ്പുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അസ്ഥികൂടങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ മുതിർന്നവർ ജീവിച്ചിരിക്കെ മരിക്കുന്ന മക്കളോ അല്ലെങ്കിൽ താഴെ പ്രായമുള്ള കുട്ടികളോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരെ ദഹിപ്പിക്കാറില്ല, കുഴിച്ചിടാറാണ് പതിവ്. കാരണം അവരുടെ കർമ്മങ്ങൾ തീർന്നിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള അസ്ഥികൂടങ്ങളൊക്കെ ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവാം. കേരളത്തിലെ വെറും ഒരു ലോറി ഉടമയായ മനാഫ് മംഗലാപുരത്ത് ചെന്ന് ധർമ്മസ്ഥലയിലെ ഈ വലിയ കേസിൽ കിടന്ന് ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. ആ കേസിൽ കാണാതെ പോയ പെൺകുട്ടികളുടെ ബന്ധുക്കളെയൊക്കെ ഇയാളുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് അയാൾ തന്നെ ഒരു ചാനലിൽ വന്ന് പറയുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 22-നും 25-നും അൽ ജസീറ ചാനലിന്റെ വെബ്സൈറ്റിൽ ഈ ധർമ്മസ്ഥലയിലെ ഈ കേസിനെ പറ്റി റിപ്പോർട്ട് വന്നിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, പാലസ്തീനിലെ ഗാസയിലെ ന്യൂസ് മുഴുവൻ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ് അൽ ജസീറ. ഇംഗ്ലീഷും അറബിക്കുമായിട്ടുള്ളൊരു ചാനലാണ്. ഈ ചാനലിൽ ഈ ഭാരതത്തിലെ ഒരു ചെറിയ സ്ഥലമായ കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നടന്ന ഈ കേസ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ വരത്തക്ക വിധം വാർത്ത പടച്ചു വിടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ചെറിയ ഉദ്ദേശമൊന്നും ആയിരിക്കില്ല. 100% മുസ്ലിം മതം പിന്തുടരുന്ന കേരളത്തിലെ വെറും ലോറി ഉടമയായ മനാഫ് ധർമ്മസ്ഥലയിലെ ഈ കേസിൽ പോയി ഇടപെട്ടിരിക്കുന്നു. മുംബൈയിലെ തീവ്രവാദിയും അധോലോക ഗുണ്ടയുമായിരുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽപ്പെട്ട മഹേഷ് ദിമ്മരടി എന്ന ഗുണ്ടാ നേതാവ് അറബിക് ചാനലായ അൽ ജസീറ ചാനൽ വരെ ഈ കേസിൽ വന്ന് ഇടപെട്ടിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന തന്നെയാണ് നടന്നത്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ഈശ്വരവിശ്വാസത്തെയും നമ്മുടെ രാജ്യമായ ഈ ഹിന്ദുസ്ഥാനത്തെയും ലോകത്തിന്റെ മുമ്പിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക. പിന്നെ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ ലോകത്തിന്റെ മുമ്പിൽ മോശക്കാരനാക്കുക. ഈ ക്ഷേത്രഭൂമി തട്ടിയെടുക്കാൻ വർഷങ്ങളായി നടത്തുന്ന കളികൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായകമായത് അതിപുരാതനമായ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം തന്നെയായി.